നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. UG കേബിൾ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ലെയർ ഇൻ ആൻ undergrounded cable is placed just above the metallic sheet to protect it from corrosion and mechanical injury by the armoring. അതായത് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഓരോ നമുക്കറിയാം കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം കണ്ടക്ടർ, പിന്നെ ഇൻസുലേറ്റർ, മെറ്റാലിക് ഷീറ്റ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ലെയർ, ഏത് ലെയർ ആണ് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾ ഈസ് പ്ലേസ് ജസ്റ്റ് എബോവ് ദ മെറ്റാലിക് ഷീറ്റ്, മെറ്റാലിക് ഷീറ്റിന് മുകളിലുള്ളത് അല്ലെ, മുകളിലുള്ളത് ഏതാണ്? ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം, അത് എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? കൊറോഷൻ ആൻഡ് മെക്കാനിക്കൽ ഇൻജുറി ബൈ ദ ആർമറിംഗ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതായിരിക്കും? ഓപ്ഷൻ എ സർവിങ്, ഓപ്ഷൻ ബി ബെഡിങ്, ഓപ്ഷൻ സി കണ്ടക്ടർ, ഓപ്ഷൻ ഡി കോർ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? നമ്മളുടെ ബെഡിങ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഇതുപോലുള്ള അതായത് നമുക്ക് ഓരോ ലെയേഴ്സിനെ കുറിച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രിക്ക് വെച്ച് പഠിച്ചു പോയാലോ? അപ്പൊ നോക്കി, ഇതാണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ലെയർ ഏതാ? അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഫസ്റ്റ് ലെയർ നമ്മളുടെ കണ്ടക്ടർ ആണ്. കണ്ടക്ടർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് ഇലക്ട്രിക് കറന്റ്. അതായത് കണ്ടക്ടറായി യൂസ് ചെയ്യുന്നത് അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ ആണ്. നെക്സ്റ്റ് ലെയർ ഏതാണ്? ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? PVC ഓർ XLPE അല്ലെ. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഓവർ ദ കണ്ടക്ടറിന് മുകളിലുള്ളത് ആരാണ്? ഇൻസുലേറ്റർ. അടുത്തത് എന്താ? ഇന്നർ ഷീറ്റ് ഓർ മെറ്റാലിക് ഷീറ്റ് എന്ന് പറയും. പിന്നെ വരുന്നത് ബെഡിങ്, സർവിങ്, ആർമറിങ്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? മെറ്റാലിക് ഷീറ്റിന് മുകളിൽ എബോ ആരാണ് ഇതിനകത്ത്? ബെഡിങ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു കോഡ് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് പഠിച്ചു പോകാം. അതായത് ഇത് നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഓരോ ലെയേഴ്സും, അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഓരോ ലെയേഴ്സും നമുക്ക് മെമ്മറൈസ് ചെയ്ത് നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് മറക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. ആ കോഡിന്റെ പേരാണ് സിംബ. അപ്പൊ സിംബ എന്ന് പറഞ്ഞാൽ ആ കോഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ റിലേറ്റ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ നമുക്ക് പഠിക്കാവുന്നതാണ്. അതായത് C ഫോർ എന്താ? കണ്ടക്ടർ. I ഫോർ എന്താ? ഇൻസുലേറ്റർ. I ഫോർ ഇൻസുലേഷൻ. പിന്നെന്താ വരുന്നത്? M ഫോർ മെറ്റാലിക് ഷീറ്റ്. പിന്നെന്താ വരുന്നത്? B ഫോർ ബെഡിങ് അല്ലെ. പിന്നെ അടുത്തത് എന്താ വരുന്നത്? നമ്മളുടെ A ഫോർ ആർമറിങ്, S ഫോർ സർവിങ്. ദിസ് ഇസ് ദ ബെസ്റ്റ് കോഡ് ഫോർ മെമ്മറൈസിങ്. എന്നാണ് അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ലെയർ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് കോഡ് യൂസ് ചെയ്യാം? സിംബാസ് എന്ന് പറഞ്ഞ ഈ കോഡ് യൂസ് ചെയ്ത് നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഈ ഒരു ലെയേഴ്സ് മെമ്മറൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും മറക്കരുത്. സിംബാസ് എന്ന കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഓരോ ലെയറും. അപ്പൊ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആർമറിങ്ങിന്റെ എബോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? അത് നമ്മളുടെ സർവിങ് ആണ്. അപ്പൊ ഒരു കോഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്